ദിസ് ഇസ് റോസ്മി. ഇന്ന് ഞാൻ 8 യൂണിറ്റ്സ് ഉള്ള ഒരു ബോട്ടിക് വില്ലാസ് ആണെന്ന് കാണിക്കുന്നത്. പ്രസ്റ്റീജിയസ് ലൊക്കേഷൻ ആണ് പനമ്പൽ നഗർ കൊച്ചിയിലെ. അതേപോലെ എലൈറ്റ് കമ്മ്യൂണിറ്റി ലിവിംഗ് ഏരിയ ആണ് തേവര. ഈ രണ്ട് സൈഡിന്റെയും സെൻട്രൽ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ്. കൊച്ചിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ് യോട്ട് ക്ലബ്ബ്. യോട്ട് ക്ലബ്ബിൽ നിന്ന് ജസ്റ്റ് 500 മീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. പിന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഫസ്റ്റ് സെയിൽ ഞാൻ തന്നെയായിരുന്നു ചെയ്തത്. ക്ലൈന്റ് ഭയങ്കര ഹാപ്പിയാണ്. ക്ലൈന്റ് ശരിക്കും നല്ല ലൊക്കേഷനൊക്കെ അറിയുന്ന, ആ ലൊക്കേഷനെ പറ്റിയിട്ട് ആ ലൊക്കേഷൻ വിട്ടുപോകാൻ ആഗ്രഹിക്കാത്ത ഒരു ക്ലൈന്റ് ആയിരുന്നു. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. നല്ലൊരു ക്വാളിറ്റി കൺസ്ട്രക്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസാണ്. 1.5 crore റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് കാറ്റഗറി പോകുന്നത്. ഇനി ഇതിൽ 2 യൂണിറ്റ്സും കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. 8 യൂണിറ്റ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ഈ ലൊക്കേഷനെ പറ്റി അറിയില്ലാത്തവർ സൈറ്റ് കാണുമ്പോൾ അറിയാൻ പറ്റും. അതേപോലെ അറിയുന്നവർക്കറിയാം 1.5 crore ഒരു ബോട്ടിക് വില്ല ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ലാൻഡിൻ്റെ കോസ്റ്റ് അത്രയ്ക്ക് ഹൈ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എലിവേഷനിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. പക്ഷേ ഇൻറ്റേർണലി നമുക്ക് 100% കസ്റ്റമൈസേഷൻ പോസിബിളാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇൻട്രസ്റ്റഡ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു 3 ഓപ്ഷൻസ് കിട്ടും. ആ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഇനി അതല്ല നമ്മുടെ എന്തെങ്കിലും ഒരു പോസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് ചെയ്യണമെങ്കിലും അതും ചെയ്യാവുന്നതാണ്. ഇതൊരു 3 സ്റ്റോറീഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്കൊരു ലിഫ്റ്റിൻ്റെ പ്രൊവിഷനുണ്ട്, പൂളിൻ്റെ പ്രൊവിഷനുണ്ട്. നമുക്കത് അഡീഷണൽ ആയിട്ട് നമുക്കത് അങ്ങനത്തെ പ്രൊവിഷൻസ് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ പ്ലാനിലേക്ക് വരുവാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ്ലി ഒരു ഫോർമൽ ഒരു ലിവിങ് സ്റ്റൈലിലാണ്, കൺസെപ്റ്റിലാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഒരു സെമി ഫോർമൽ എന്നുള്ള രീതിയിലാണ്, ആ ഒരു കൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോർ എന്ന് പറയുന്നത് സെക്കൻഡ് ഫ്ലോർ ആണ്. കാരണം കുറേ ആൾക്കാർക്ക് വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് വലിയ ആഗ്രഹമായിരിക്കും. കുറച്ച് പേര് വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു കൺസെപ്റ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് സെക്കൻഡ് ഫ്ലോർ. ഇവിടെ നമുക്കൊരു നല്ലൊരു ഗാർഡൻ, പൂള് വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ പൂള് ചെയ്യാം. പിന്നെ നമുക്ക് ഈ പേരൻസ് ഒക്കെ ഇപ്പോൾ ഈ ഒരു ലൊക്കേഷൻ യോട്ട് ക്ലബിൻ്റെ അടുത്തായിട്ടുള്ള ലൊക്കേഷനിലുള്ളവർ കുറേ നാളുകളായിട്ട് താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ആ ലൊക്കേഷൻ വിട്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പുതിയ വീട് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ 3 സ്റ്റോറീഡ് ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും മേളത്തെ നിലയിൽ പേരൻസിന് സ്പെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പം ആ ഒരു കൺസെപ്റ്റാണ് ഈ ഒരു 3 സ്റ്റോറീഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് 30%ഓളം ഓപ്പണിംഗ് റേഷ്യോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നല്ലൊരു വെന്റിലേഷൻ കിട്ടുന്നുണ്ട്. ലൈറ്റ്സും ഒക്കെ നല്ല സഫിഷ്യൻ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിലാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പ്രൈസാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. 1.5 crore ഇനി ആ ഒരു യോട്ട് ക്ലബിൻ്റെ അടുത്ത് ഒരു കാരണവശാലും വില കിട്ടില്ല. അതാണ് കാര്യം. പിന്നെ ഇതിൻ്റെ സ്പെക്കിലേക്ക് വരുമ്പോൾ നല്ല സ്പെക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രിഫറൻസ് ഉണ്ടെങ്കിൽ ഇന്ന ബ്രാൻഡ് വേണം, അല്ലെങ്കിൽ ടൈൽസ് കംപ്ലീറ്റ്ലി നമ്മുടെ ഡിസൈൻ വേണം, എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും ഇന്റേണലി ചെയ്യാം. അപ്പോൾ അതിന് എന്തെങ്കിലും അഡീഷണൽ കോസ്റ്റ് വരുവാണെങ്കിൽ മാത്രമേ ആവുന്നുള്ളൂ. സോ ഈ ഒരു ലൊക്കേഷൻ വിട്ടു പോകാൻ ആഗ്രഹിക്കാത്ത ആളുകളാണെങ്കിൽ ധൈര്യമായിട്ട് സൈറ്റ് കാണുക. ഇനി ആകെ 2 യൂണിറ്റ്സും കൂടി ഉള്ളൂ. സോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.